ഈശോ ഈശോ ഈശോ. ഉന്നതമായ നാമത്തിന് എല്ലാ മാലാഖമാരുടെ കൂടെ, എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ, എല്ലാ വേദസാക്ഷികളുടെ കൂടെ, എല്ലാ രക്തസാക്ഷികളുടെ കൂടെ ഈശോ നിന്റെ നാമത്തെ വാഴ്ത്തുന്നു, നിന്റെ നാമത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു, നിനക്ക് വേണ്ടി തെരുവിലാൽ മരുവറ്റവനെ നീ പരിശുദ്ധനാകുന്നു, നിനക്ക് വേണ്ടി മുതുകിൽ ഉഴവുകാലം ഉണ്ടാക്കിയവനെ നീ ചോരപ്പാടുകളെ ധ്യാനിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ നാമത്തിൽ പാപങ്ങൾ മാറിപ്പോകട്ടെ, നിന്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ, നിന്റെ നാമത്തിൽ കരൾ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, നിന്റെ നാമത്തിൽ ശിരസ് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഈശോ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ നാമത്തിലെ കിഡ്നി രോഗങ്ങൾ സൗഖ്യമാകട്ടെ, നിന്റെ നാമത്തിലെ കണ്ണ് കാഴ്ച കുറവുള്ളവര് സൗഖ്യം പ്രാപിക്കട്ടെ, നിന്റെ നാമത്തിൽ ഹൃദയവേദന ഉള്ളവര് ഹൃദയ രോഗികളെ സൗഖ്യം പ്രാപിക്കട്ടെ, നിന്റെ നാമത്തിലെ മക്കളില്ലാത്തവർക്ക് മക്കൾ ജനിക്കട്ടെ, നിന്റെ നാമത്തിലെ മാരക രോഗങ്ങള് തീരാ വേദന മാറിപ്പോകട്ടെ, നിന്റെ നാമത്തിൽ തീരാ ദുരിതങ്ങളും ദുഃഖങ്ങളും ജോലിയില്ലാത്ത അവസ്ഥകളും കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥകളും നിന്റെ നാമത്തിലെ എല്ലാ ഭാരങ്ങളും രോഗങ്ങളും ക്ലേശങ്ങളും മാറിപ്പോകട്ടെ. ഈശോ നീ പരിശുദ്ധനാകുന്നു, ഈശോ നീ പരിശുദ്ധനാകുന്നു, ഈശോ നീ പരിശുദ്ധനാകുന്നു. ചില കാര്യങ്ങൾ താമസിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്, പക്ഷെ ഡിസംബർ കഴിഞ്ഞ് പോകത്തില്ലെന്ന് ഈശോ പറയുന്നുണ്ട്. നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കേണ്ട സമയമാണിത്. ഒരു ഡേറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ 4 5 ഫിക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. ഏതെങ്കിലും ഡേറ്റിനെ കുറിച്ച് കൺഫ്യൂഷൻ വരുന്നവർ 4 5 ഫിക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് കർത്താവ് നിങ്ങൾക്ക് എപ്പോൾ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഡേറ്റുകൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അതിൽ 7 ശരീരത്തിൻ്റെ ഒരു ഭാഗമുണ്ട്, അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമായിരുന്നു, പക്ഷെ അതിപ്പോഴും കല്ലുപോലെ ഇരിക്കുകയാണ്. ആ ഭാഗത്തെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികയുടെ ഹല്ലേലൂയ. ചില ഭാഗങ്ങളിൽ ഇങ്ങനെ പച്ച ഞരമ്പുകൾ ഓടിയിട്ട് അലർജി പോലെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത് വേറെ എന്തെങ്കിലും ഗുരുതരമായ രോഗമായി മാറാനുള്ള സാധ്യതകളുണ്ട്. കർത്താവ് ആ വിഷയത്തെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അസ്ഥികൾക്ക് വേദനയും അസ്ഥി ദ്രവിപ്പുകളും അസ്ഥികളുടെ മൂലം ഉണ്ടാകുന്ന ബലക്ഷണം കാരണം കൈകാലം ഉയർത്താൻ പറ്റാത്ത വ്യക്തികൾ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്കത് ഉയർത്തിക്കൊണ്ട് ജോലി എടുക്കാൻ പറ്റുമെന്നാണ് പരിശുദ്ധ പറയുന്നത്. താടിയെല്ല്, ഇടുപ്പെല്ലാം താടിയെല്ലുകൾ. ഈ താടിയെല്ലിന് എന്തോ ഡിസ്ലൊക്കേഷൻസ് ആണ്, അതുമൂലം ഉണ്ടാകുന്ന കുറേ വിഷമതകൾ മാറുന്നതായിട്ട് കർത്താവിൻ്റെ ദർശനമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. വലത് കക്ഷം ഉയർത്തുമ്പോൾ ആ കക്ഷത്തിൻ്റെ അവിടെ ഒരു മുഴ പോലെ ഇങ്ങനെ കാണും. നമ്മൾ സാധാരണ കാണുന്ന എല്ലിൻ്റെ മുഴയല്ല, അല്ലാത്ത മുഴ. കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് മെസ്സേജ് ഉണ്ട്. കണ്ണെപ്പോഴും കരുകരുത്ത കാരണം എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ നടക്കാൻ തോന്നുക. പക്ഷെ വെക്കാൻ ഇഷ്ടമില്ല കൂളിംഗ് ഗ്ലാസ്. പക്ഷെ വെക്കാതെ പറ്റത്തില്ല ചില സ്ഥലങ്ങളിൽ.
കണ്ണിൻ്റെ കുഴപ്പങ്ങളാണ്. ആ കണ്ണുകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് സന്ദേശമുണ്ട്. മക്കളില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുരുഷനാണ്. ചില കേസിൽ മക്കളില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുരുഷനാണ്. പക്ഷെ അതൊക്കെ അദ്ദേഹത്തിനുണ്ടാകുന്ന മറ്റ് ജനിതകമായ പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിക്കുന്നതായിട്ട് സന്ദേശമുണ്ട്. ഈ ദിവസങ്ങളിൽ നടന്ന വലിയ വലിയ ഉടമ്പടി സാക്ഷ്യങ്ങൾക്കെല്ലാം ഒരു കോമൺ ഫീച്ചറുണ്ട്. കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് പൊതുവായ ഒരു സ്വഭാവം, ലക്ഷണം. അതായത് എന്താണ് ഈ പൊതുവായ ലക്ഷണം? ഈ ഒരു 4-5 സാക്ഷ്യങ്ങൾ, 4-5 ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങൾ ഒരുമിച്ച് കൂട്ടി പരിശോധിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇതിനെല്ലാം ഒരു കോമൺ ഫീച്ചർ വരുന്നുണ്ട്. പൊതുവായിട്ട് ലക്ഷണങ്ങൾ കോമണായിട്ട് എല്ലാ സാക്ഷ്യങ്ങളിലും കോമണായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾക്കത് ഒരു സാക്ഷ്യങ്ങളിങ്ങനെ റെക്കർ ചെയ്ത് ഒരു സെയിം കാര്യം തന്നെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്കത് ജനറലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ജനറലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊതുവായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പൊതു സ്വഭാവമാണ്. അങ്ങനെ പൊതുവായിട്ട് നമുക്ക് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമൺ ഫീച്ചേഴ്സുള്ള ഒരു 3-4 സാക്ഷ്യങ്ങൾ. ആ കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ദൈവമായിട്ടുള്ള സംഭാഷണം. പ്രാർത്ഥനയുടെ സാധാരണ ആചാരവട്ട പ്രാർത്ഥനയുടെ ലെവലെല്ലാം മാറിയിട്ട് മനുഷ്യൻ ജീവിത പ്രശ്നവുമായിട്ട് നേരിട്ട് മൽപ്പിടുത്തം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്വാഭാവികമായ എക്സ്പ്രഷൻസ്, സ്പോണ്ടേനിയസ് എക്സ്പ്രഷൻസ്, അതിലൂടെ ഇവർ ദൈവതിരുസന്നിധിയിൽ സംവേദിക്കാൻ ഉദ്ദേശിക്കുന്ന അവരുടെ മനസ്സിൻ്റെ അവസ്ഥകൾ, അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ സാധാരണ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ ദൈവത്തോട് സംസാരിക്കാൻ കഴിയുക. അത് ഈ ഉടമ്പടിയിൽ കുറച്ച് കൂടുതലാണ്. എല്ലാ മേഖലകളിലും ഉണ്ടത്. സാധാരണ വിശ്വാസി കുറച്ച് കഴിയുമ്പോൾ ദൈവത്തോട് മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ നാക്കുകൊണ്ടോ ഒക്കെ സംസാരിക്കാൻ തുടങ്ങും. ഉടമ്പടിയിലാകുമ്പോൾ ഇതിൽ കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഉള്ളതെല്ലാം അതിൻ്റെ ഫോർമുല കറക്റ്റായിട്ട് പാലിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദൈവത്തോട് സംവദിക്കാൻ പറ്റിയ കപ്പാസിറ്റിയിൽ വളരും. സ്നേഹത്തിൽ അങ്ങനെ വളരും. കാര്യം നമ്മൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഉപവിപ്രവർത്തനങ്ങൾ, നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ, അതൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ സ്പിരിറ്റ് ലെവൽ കൂടും. പരിശുദ്ധാത്മാവ് ഭയങ്കര സംവേദനമാവും. നമ്മളറിയാതെ തന്നെ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ മഴയൊക്കെ കൊണ്ട് പത്രം കൊടുക്കത്തില്ലേ? മഴയൊക്കെ കൊണ്ട് വെയിൽ കൊണ്ടും ഉപവസിച്ചൊക്കെയാണ് ആൾക്കാർ പത്രം കൊടുക്കുകയും വിശദീകരിക്കുകയും ചെയ്യും. മാതാവിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ കുറേ കഷ്ടപ്പാട് സഹിക്കുന്നത് കാണുമ്പോൾ, ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന കാണുമ്പോൾ ദൈവവും ദൈവത്തിൻ്റെ ഭാഗത്ത് നല്ല ശരിക്കും താഴേക്ക് ഇറങ്ങി വരും. നിങ്ങൾക്ക് ധൈര്യത്തോടെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. അപ്പം നമ്മൾ അറിയാതെ തന്നെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നൊരു പുതിയ ശീലം രൂപപ്പെട്ടു വരും.
നിങ്ങൾക്കത് അറിയാമോയെന്നറിയത്തില്ല, പലർക്കും ഇപ്പോൾ ഈ ശീലമുണ്ട്. പലരും ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ലെവൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മൾ സംസാരിക്കാൻ വേണ്ടി സംസാരിക്കണമല്ല, ഈ കുറേ നാളിങ്ങനെ സുവിശേഷ വേലയൊക്കെ ചെയ്ത് വന്നപ്പോഴും ദൈവത്തിന് വേണ്ടി വിഭവപ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴും വചനം പാലിച്ച് ജീവിച്ചപ്പോഴേ അവൻ പറയുടെ പോലെ തന്നെ ചെയ്തുകൊണ്ട് ജീവിച്ചു വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട് വന്നതാണ് ഈ സംഭാഷണ ശൈലി. നമുക്ക് ഇൻറ്റിമസി, അത് സംഭാഷണം എങ്ങനെ വരണതാണത്? ദൈവമായിട്ട് നമ്മളെ ഇൻറ്റിമസിയിലേക്ക് നമ്മളെ വളർത്തുന്നു എന്നതിൻ്റെ സൂചനയാണത്. നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റണത്, നമ്മൾ ദൈവമായിട്ട് ഒരു ആത്മബന്ധം, ഇൻറ്റിമസി വെച്ചാൽ ആത്മബന്ധമായി. കാര്യം എന്താണ്? അവന് വേണ്ടിയാണ് നമ്മൾ പരീക്ഷ പ്രവർത്തനം ചെയ്യണത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ ഉപപ്രവർത്തനങ്ങൾ ചെയ്യണത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവമായിട്ടൊരു ഇൻറ്റിമസി ആയി കഴിയുമ്പോഴാണ് സംഭാഷണങ്ങൾ, ഇൻറ്റിമസി ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ സംഭാഷണങ്ങൾ വരും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡേവിസ് എന്നും പറഞ്ഞൊരു ചേട്ടൻ്റെ സാക്ഷിയാണ്. ഡേവിസ് ചേട്ടൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, ഡേവിസ് ചേട്ടൻ്റെ വൈഫിന്, തൃശ്ശൂരാണ്, ഡേവിസ് ചേട്ടൻ്റെ വൈഫിന് ക്യാൻസറാണ്, 3rd സ്റ്റേജാണ്. സാക്ഷി കിട്ടിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാനീ പറയുന്ന സാക്ഷിനൊക്കെ നിങ്ങൾ ഒന്നുകൂടി നോക്കണം കേട്ടോ. ഞാൻ പറയുന്ന ആംഗിളിൽ നോക്കണം, അത് വേറൊരു കാഴ്ചയാണ്. അപ്പോൾ ഡേവിസ് ചേട്ടന് ബയോപ്സിയൊക്കെ എടുത്തു. ക്യാൻസറിൻ്റെ ഒത്തിരിയേറെ, ശ്വാസകോശത്ത് ക്യാൻസറാണ്. അപ്പോൾ ഇനി ട്രീറ്റ്മെൻറ്റിന് ചെല്ലണം. ട്രീറ്റ്മെൻറ്റിന് ചെല്ലണതിന് മുമ്പ് അവർ പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടിരിക്കുകയാണ്, പാകപ്പെട്ടിട്ട് വരാൻ വേണ്ടി. അപ്പോൾ വൈഫ് ഡേവിസിനോട് പറഞ്ഞത്, ഞാൻ ഉടമ്പടി എടുത്തതാണല്ല, നമുക്ക് പുതുക്കിയിട്ട് അമ്മനെ ചെന്ന് കണ്ട് കാര്യവും പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞത്, അമ്മയെ ചെന്ന് കണ്ടിട്ട് ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോവുകയാണെന്നുള്ളത് പറഞ്ഞിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഗുണം അതാണ്, പറഞ്ഞിട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കാര്യം സാധാരണ മനുഷ്യന്മാരോട് പറഞ്ഞ പോലെ അല്ലല്ലോ. അപ്പം അതുകൊണ്ട് പറഞ്ഞിട്ട് പോരാം. പക്ഷേ ഡേവിസേട്ടൻ പറയണത്, നിന്നെ എങ്ങനെ കൊണ്ടുപോകും? കാര്യം ശ്വാസം കിട്ടണില്ല, ശരിക്കും ആളിന് നിൽക്കാൻ പറ്റണില്ല, പിന്നെ ഇങ്ങനെ നടക്കണത്, ആളിന് നിൽക്കാൻ പറ്റണില്ല, പിന്നെ ഇങ്ങനെ നടക്കണത്. അപ്പം എങ്കിലും ആ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ. അയാളത് പറഞ്ഞ് ശരി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾ പറയണേ, ഞാനിവിടെ ഒരു കണക്കിന് ആളെ താങ്ങിപ്പിടിച്ച് ഇവിടെ ബസ്സിലാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് അപ്പുറത്ത് ഇറക്കി കഴിഞ്ഞപ്പോൾ ഒരു ചുവട് വിളക്ക് ഇങ്ങോട്ട് വരാൻ പറ്റണില്ല. അവിടെ തളർന്നിരിക്കണ അവസ്ഥയായി, പറ്റണില്ല, അത്രയും ആപത്ത് പോയി. അപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്ത്, അമ്മയുടെ മുമ്പിൽ വന്നല്ലോ എന്ന് പറഞ്ഞാൽ എടുത്ത് എന്നതുപോലെ ഈ മനുഷ്യൻ വിയർത്തൊലിച്ച് ആളെ കൊണ്ടുവന്ന് ഇവിടെ അമ്മയുടെ മുമ്പിൽ നിർത്തിയിട്ട് അമ്മയോട് ചോദിക്കൂ, ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്ന് ചോദിക്കൂ. അതാണ് ഇൻറ്റിമസി എന്ന് പറയുന്നത്. അതാണ് ഇൻറ്റിമസി എന്ന് പറയുന്നത്. ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ കരഞ്ഞു പോകും. ആത്മാർത്ഥതയോടെ അദ്ദേഹം വന്ന് മാതാവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് പറഞ്ഞിട്ട് ഇദ്ദേഹം പുതുക്കാൻ വേണ്ടി ഇവിടെ ആളെ കൊണ്ട്, മാതാവിനെ കൊണ്ടൊന്ന് കാണിച്ച് വരവിപ്പിച്ചിട്ട്
ഇദ്ദേഹം പുതുക്കാൻ വേണ്ടി പോകും. പുതുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു നില കയറേണ്ടി വരും പുതുക്കാൻ വേണ്ടി. അപ്പം ഈ ആളെ കൊണ്ട് മുകളിലോട്ട് കയറാൻ പാടാണ്. എങ്കിലും ആ മനുഷ്യൻ പരാതികളൊന്നും പറയാതെ ഈ ആളെ പേഷ്യൻറ്റിനെ എടുത്തുന്ന രീതിയിൽ പുതുക്കണ നിലയിൽ ചെല്ലും. പുതുക്കണ നിലയിൽ ചെല്ലുമ്പോൾ തന്നെ എന്താണ് ചോദിച്ചു പോയിരിക്കുന്നത്? ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്നാ ചോദിച്ചത്. അതാണ് ഇത്ര ചോദിച്ചുള്ളൂ, വേറെ ചോദിച്ചില്ല. പുതുക്കണ സ്ഥലത്ത് ചെന്നപ്പോൾ തന്നെ സുഗന്ധാഭിഷേകം അടിക്കാൻ തുടങ്ങി. ഡേവിസ്ചേട്ടൻ പറയണത്, ഞാൻ പിന്നെ പുതുക്കി ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ വരെ ഞങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടാവും. സുഗന്ധാഭിഷേകം ഫോളോ ചെയ്യേ. അതിൻ്റെ അർത്ഥം ഡേവിസിന് മനസ്സിലാക്കണം, ഇതിവിടെ ആരും മുല്ലപ്പൂ ഉപയോഗിച്ചതും സെൻ്റടിച്ചതല്ല, ഞാൻ തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ കണ്ടോ എന്നല്ലേ ചോദിച്ചത്. ഞാൻ കണ്ടു എന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് വീട് വരെ വരും. സഞ്ചാരി മാതാവ് വീട് വരെ സുഗന്ധാഭിഷേകമായിട്ട് വരും. വന്നു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പിറ്റേ ദിവസം RCC പോവും. RCC പോയിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടി രണ്ടാമത് സ്കാൻ ചെയ്യും. അപ്പോൾ ഡോക്ടർ ചോദിക്കും, നമ്മൾ കണ്ടതൊന്നും ഇപ്പം ഇതിൻ്റെ അത് കാണുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഡേവിസ്ചേട്ടനോട് അവർ ചോദിക്കുക, നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ കൃപാസന അമ്മയെ കാണാൻ പോയി. അതാണ് സംഭവം. ഞങ്ങളുടെ അവസ്ഥ കണ്ടോന്ന് ചോദിച്ചില്ലേ, അത്രേ ഉള്ളൂ. ഓപ്പറേഷനില്ല, മരുന്നില്ല, അമ്മയെ ഒന്ന് കണ്ടതാണ്. ആ ഇൻറ്റിമസിയാണ് ആ സംഭവം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, എവിടെയാണ് നമ്മൾ വരണത്, എന്താണെന്നുള്ളത് ഇതുപോലെ നേരിട്ട് പറയാൻ കഴിയണം. കമ്മ്യൂണിക്കേഷൻ ലെവൽ ഡെവലപ്പ് ചെയ്ത് വരണം. കമ്മ്യൂണിക്കേഷൻ ലെവൽ പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഉടമ്പടി ജീവിതം ദൈവത്തിന് ബോധ്യമാകാൻ വേണ്ടി മാത്രം ഞങ്ങളെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളർത്തണമേ. ഞങ്ങളെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഞാൻ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ OET എഴുതുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പേരൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ പേര് ഫുൾ നെയിം എഴുതുമ്പോൾ വീട്ടുപേര് വരുമ്പോൾ എക്സ്പാൻഷൻ ചെയ്ത് എഴുതാണ്ട് ഞാൻ അത് എഴുതിയില്ല. എക്സാമിന് ഞാൻ മറന്നുപോയി. അത് എൻ്റെ ഫ്രണ്ടിൽ പാസ്പോർട്ട് ഇരിക്കുന്നുണ്ട്, എന്നിട്ടും ഞാൻ അത് എഴുതിയില്ല. വീട്ടുപേര് ഫുള്ളായിട്ട് എഴുതാനുള്ളത്. അപ്പോൾ ആദ്യം ഒന്ന് ഞാൻ നോക്കിയപ്പോൾ പേര് കറക്റ്റ് എന്നുള്ളത്, പക്ഷെ ഞാൻ ആ കാര്യം മറന്നുപോയി. OETയിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് മതി നമ്മുടെ പേപ്പർ ക്യാൻസൽ ആവുക, അവർ നോക്കും കൂടിയില്ല. പക്ഷെ എൻ്റെ സ്കോർ വന്നപ്പോൾ എല്ലാം B സ്കോറ്. അതുപോലെ സ്പീക്കിങ്ങിന് ഇരുന്നപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ച അല്ലെങ്കിൽ നീല എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സ്കോർ കിട്ടും എന്നുള്ള ഇതിൽ. അപ്പം ഞാൻ സ്പീക്കിങ്ങിന് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർപ്പിച്ച് എന്നാൽ എനിക്ക് സ്പീക്കിങ് കിട്ടി. അങ്ങനെ എനിക്ക് OET ക്ലിയറായി കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ വിസയ്ക്ക് തടസ്സം. വിസയിൽ ഞാൻ ഏജൻസിയോട് ഞാൻ ഇപ്പോൾ OET ട്രെയിനറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേഴ്സിംഗ് പ്രൊഫഷനിൽ നിന്ന് വേറൊരു ഇതിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഏജൻസിയോട്, ഞാൻ വെക്കണോ, വിസയ്ക്ക് വെക്കുമ്പോൾ ഞാൻ വെക്കണോ, ഞാൻ എംപ്ലോയിഡ് എന്ന് പറഞ്ഞ് വെക്കണോ എന്ന് ചോദിച്ചു.
അപ്പോൾ അവർ പറഞ്ഞു അത് നേഴ്സിംഗ് പ്രൊഫഷനിൽ നിന്ന് വ്യത്യസ്തമല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ അതേപടി വെച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ ലീഗൽ അഡ്വൈസർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് അത് വെച്ചില്ല, നിങ്ങളുടെ വിസ വരെ റിജക്റ്റ് ആവും എന്ന് പറഞ്ഞതോടുകൂടി ഞാൻ പിന്നെയും ഡൗൺ ആയി. പിന്നെ അച്ഛനെ വന്ന് കണ്ടു. അപ്പം അച്ഛൻ പറഞ്ഞു 45 ദിവസം കഴിഞ്ഞിട്ടും നിൻ്റെ ശരിയായില്ലെങ്കിൽ വന്ന് കാണണം എന്ന് പറഞ്ഞ് ഈ ചീട്ട് അന്ന് ഇവിടെ ചീട്ട് കാണിച്ചത് എനിക്ക് അതേപടി എന്നെ തിരിച്ചു തന്നിട്ട് പറഞ്ഞു 45 ദിവസം കഴിഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ നീ തിരിച്ചു വാ, നമുക്ക് മാതാവിൻ്റെ എന്താണ് മെസ്സേജ് എന്ന് എടുക്കാമെന്ന് പറഞ്ഞു. 2 ആഴ്ചയായിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിസയും കിട്ടി. അപ്പം ഞാൻ ഈ മാസം 19 ഞാൻ ന്യൂസിലൻഡിലേക്ക് പോവുകയാണ്. ഇത്രയും പ്രോസസ്സിൽ ഒരുപാട് ഘട്ടങ്ങൾ തടസ്സം വരുമ്പോഴൊക്കെ മാതാവിനെ മുറുകെ പിടിച്ചാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് എൻ്റെ OETയുടെ എക്സ്പയറി ആവുന്നത്, സ്കോർ വരെ. ആദ്യം എഴുതാൻ തന്നെ പാടായിരുന്നു. അത് കിട്ടിയത് തന്നെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര മാനസിക പ്രശ്നമായിരുന്നു. അതെല്ലാം മാതാവ് ശരിയാക്കി തന്നു. പിന്നെ ഉള്ളത് എൻ്റെ അനിയത്തിയുടെ കാര്യമാണ്. അനിയത്തിക്ക് നഴ്സിങ്ങിന് 5th സെമസ്റ്ററിൽ ഡിസ്റ്റിങ്ഷൻ്റെ കിട്ടി. അതിൻ്റെ മുമ്പത്തെ 4th സെമസ്റ്ററിൽ അവളുടെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയില്ലായിരുന്നു. അതിന് കാരണം കോളേജിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി, അവൾക്ക് പെട്ടെന്ന് ടെൻഷനാവും, കരച്ചിലാവും. ഡെയിലി വീട്ടിൽ വരുമ്പോൾ ഒരു കരച്ചിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ആൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് സന്തോഷത്തോടെ വരും എന്നുള്ള പ്രതീക്ഷ. ഡെയിലി വരുമ്പോൾ എന്നും കരച്ചില. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ മതി, പെട്ടെന്ന് ടെൻഷനാവും. അതുപോലെ എക്സാമിൻ്റെ സമയത്തായാലും ആൾക്ക് ഉറക്കമില്ല, ഭയങ്കര ടെൻഷനാണ്. അങ്ങനെയായിരുന്നു. ഇപ്പോൾ 5th സെമസ്റ്ററിൻ്റെ ഒക്കെ ആയപ്പോൾ എക്സാമാന്ന് പറയുമ്പോൾ നാളെയല്ലേ, വേണമെങ്കിൽ ജയിച്ചതൊക്കെ മതി എന്നുള്ള ഇതിലേക്കായി. ആള് നല്ല സ്കോർ കിട്ടണം എന്നല്ല, ആളുടെ ടെൻഷൻ കുറയണം എന്നായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഇപ്പോൾ അവൾക്ക് എക്സാമിന് കൂളായിട്ട് നടക്കുമ്പോൾ ഇപ്പം ഞങ്ങൾക്കാ പേടി, ഇനി അവൾ പഠിക്കണില്ലേ എന്നുള്ള ടെൻഷനിലായി ഞങ്ങൾക്ക്. അത്രയ്ക്ക് ടെൻഷൻ കുറഞ്ഞു. ഇപ്പം എല്ലാം ക്ലിനിക്കിലായാൽ പോലും ഒന്നിനും ഒരു ടെൻഷൻ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നെക്കാട്ടും ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് എൻ്റെ അനിയത്തിക്കാണ് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് മാതാവിൽ. കാരണം അവള് പാലയിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു 2019 ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് എൻട്രൻസിന്. അപ്പം അന്നാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് കൃപാസന പത്രം വരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അന്ന് അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 2020 ഒരു പേപ്പർ കിട്ടി. അപ്പോഴും ഞങ്ങൾ കാര്യമാക്കിയിട്ടില്ല. കാരണം അന്ന് എനിക്ക് പൊള്ളിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു നേഴ്സ് തന്നായിരുന്നു. എന്നോട് പറഞ്ഞു ഒന്ന് പോയി പ്രാർത്ഥിക്കുക, അപ്പം നിൻ്റെ തടസ്സം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറും. അപ്പോഴും ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങളത് വലിയ കാര്യമാക്കിയില്ല. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ഈ 2023 വരുന്നത്. പിന്നെ എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരിക്കും കുറച്ച് പേപ്പർ ക്ലിയർ ആവാണ്ടായിരുന്നു 1st സെമസ്റ്ററിൽ. അപ്പോൾ ലാസ്റ്റ് സെമസ്റ്റർ ആകുമ്പോഴേക്കും ഫുൾ കംപ്ലീറ്റ് ആയാൽ മാത്രമേ എക്സാം എഴുതിക്കുള്ളൂ, അങ്ങനെയൊക്കെ വന്നായിരുന്നു. അപ്പോൾ എന്തായാലും ആ കുട്ടിയുടെ എല്ലാം ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോൾക്ക് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, അത് കിട്ടിയായിരുന്നു. പിന്നെ ആക്സിഡൻറ്റിൻ്റെ കാര്യം അത് ഞാനിവിടെ എഴുതിയിട്ടില്ല. ഇവിടെ 2 ആഴ്ച മുമ്പ് എനിക്ക് ചെറുതായിട്ട് ഞാനൊന്ന് ആക്സിഡൻ്റ് ആയായിരുന്നു. ഞാൻ റോട്ടിൽ വീണതാണ്. പെട്ടെന്ന് ബസ് വന്നപ്പോഴേക്കും സൈഡ് കൊടുത്തപ്പോഴേക്കും ഞാൻ കുഴിയിലേക്ക് വീണു. പക്ഷെ കാര്യമായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ വിചാരിച്ച് പോകുന്നതിനേക്ക് മുമ്പ് മുറിവ് ഉണങ്ങില്ല, നീരൊക്കെ നല്ലപോലെ നീരുണ്ടായിരുന്നു. ഇവിടുത്തെ തൈലം പറ്റും, ഉപ്പിട്ട് ഞാൻ എന്നും കഴുകി തുടച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തൈലം പറ്റി എൻ്റെ കാലിലെ നീര്, കയ്യിൽ ഇത് ഒക്കെ കുറഞ്ഞു. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായത് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഹൈഡ്രാഞ്ചിയ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് കേട്ടോ. ഒരിക്കലും അത് പൂക്കില്ല. ഞങ്ങൾ മേടിച്ചപ്പോൾ തുടങ്ങി അത് പൂക്കാത്തൊരു ചെടിയാണ്. അപ്പം അച്ഛൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ
ധ്യാനത്തിൽ ഒരു ദിവസം പറഞ്ഞതാണ്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യം നമുക്ക് മാതാവ് നമ്മുടെ ഒപ്പം ഉണ്ട് എന്നൊരു പ്രസൻസ് നമുക്ക് അറിയണമെങ്കിൽ ഇതുവരെ നടക്കാത്തൊരു കാര്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ഞങ്ങളുടെ വീട്ടിൽ ഹൈഡ്രാഞ്ചിയ എന്ന് പറഞ്ഞ സാധനം ഇതുവരെ പൂത്തിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ ഇതൊന്ന് വെച്ച് നോക്കാം, ഇത് പൂക്കുവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, എന്നാലും അച്ഛൻ പറഞ്ഞതല്ലേ ഒന്ന് വെച്ച് നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചു. ധ്യാനത്തിൻ്റെ ഇടയിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഹൈഡ്രാഞ്ചിയ പൂത്തു. ഇപ്പം ഞങ്ങൾ തിരിച്ച് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോഴും ഇപ്പോഴും പൂത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഹൈഡ്രാഞ്ചിയ. അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹം. പിന്നെ അതുപോലെ തന്നെ ഉപ്പിട്ട് ഞങ്ങൾ കൃഷി സ്ഥലത്ത് സ്പ്രേ ഒക്കെ ചെയ്യായിരുന്നു. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. കൃഷി സ്ഥലത്ത് ഞങ്ങൾ ടെറസിന് മുകളിലാണ് കൃഷി ചെയ്യുന്നത്. അവിടെ അതൊക്കെ ഞങ്ങൾക്ക് ഇത്രയും നാൾ ഞങ്ങൾ ഒരു പാവലൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കഷ്ടപ്പെട്ടാണ് ഒരെണ്ണമൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ വിളവുകളും കിട്ടിയിട്ടുണ്ട്. അതിന് മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. നിശ്ചിത പ്രവൃത്തികൾ ഞങ്ങൾ പത്രം കൊടുക്കുന്നത് ഞങ്ങൾ പള്ളികളിൽ അവിടെ പോയി കൊടുക്കുക. അത് ഹിന്ദുക്കളൊന്നുമില്ല, ക്രിസ്ത്യൻസൊന്നുമില്ല, എല്ലാവർക്കും ആയിട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം തൈലം ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ആർക്കെങ്കിലും തൈല് തേൻ അങ്ങനെയൊക്കെ വേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ തൈലം ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ പരട്ടി കൊടുക്കുകയുള്ളൂ, കൊടുക്കാറില്ല. തൈലം എന്തെങ്കിലും ആരെയും ചോദിക്കുകയാണെങ്കിൽ വേദനയാന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പരട്ടി കൊടുക്കാറുണ്ട് തൈലം. അതുപോലെ തന്നെ തേന് ഉപ്പ് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും അമ്മച്ചിമാർ വേദനയാണ് മോളെ കുറച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ചോറ് കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ചോറ് പൊതികെട്ടി ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ അത് റോട്ടിൽ കാണുന്നവർ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, ഞങ്ങൾക്കിപ്പോൾ പോകുമ്പോൾ കുറച്ച് കൈ കരുതും, അപ്പോൾ കാണുന്നവർക്കൊക്കെ അങ്ങനെ കൊടുക്കും. അങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകം അങ്ങനെ കൊടുക്കാറില്ല.